ഞാൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ തൊട്ടിലിങ്ങനെ കെട്ടിയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ട്രെയിനിൽ കെട്ടാൻ പറ്റും. അതുതന്നെ ഈ ഒരു ട്രെയിനിൽ ഈ തൊട്ടിലിട്ട് പോകുമ്പോഴത്തേക്ക് ഇത് പൊട്ടി വീഴില്ലേ എന്ന്. അതായത് ഏകദേശം നമുക്കൊരു 100 കിലോ എടുത്ത് നമുക്കിത് വെയിറ്റ് താങ്ങും. ഞാനാണെങ്കിൽ ഒരു 70 കിലോ കൊണ്ട് നമുക്കിത് വെയിറ്റ് താങ്ങുന്നുണ്ട്. പിന്നെ പൊട്ടി വീഴുന്ന കാര്യമൊന്നുമില്ല. പിന്നെ വെച്ചാൽ ഇതെങ്ങനെ കെട്ടും, അതിന് ഇതിലേക്ക് എങ്ങനെ ഈ ഒരു തൊട്ടിലേക്ക് എങ്ങനെ ഇരിക്കും എന്നൊക്കെ പല ആൾക്കാരും സംശയമുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചത് ഈ ഒരു വീഡിയോയിൽ. ഫസ്റ്റ് ഫോൺ വെച്ചാൽ നമുക്ക് ഈ ഒരു അറ്റവും അതുതന്നെ ഈ ഒരു അറ്റമാണ് നമുക്ക് ഉള്ളത്. ഇത് ഞാനിപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ ഈ ഒരു ബോഗിയിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കെട്ടാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു അറ്റത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കെട്ടിയിരിക്കുന്നത് കേട്ടോ. നല്ല ടൈറ്റിൽ കെട്ടണം. നമ്മൾ കെട്ടുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം ശ്രദ്ധിക്കണോട്ടോ എന്തായാലും. ഇനി വെച്ചാൽ നമുക്ക് ഈ ഒരു അറ്റത്തേക്ക് നമ്മൾ കെട്ടുന്നത് സാധാരണ പല ആൾക്കാർ ഈ ഒരു ഭാഗത്തേക്ക് കെട്ടിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ ഈ ഒരു അറ്റത്തേക്ക് നമ്മൾ ട്രെയിനിൽ തൊട്ടിൽ കെട്ടുന്നതിന് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇനി ഈ തൊട്ടിലേക്ക് നമുക്ക് ഞാൻ കയറാൻ പറ്റുന്നത് കാണിച്ചാൽ എനിക്ക് നേരെ ഈ ഒരു അറ്റം കണ്ടോ, ഈ അറ്റത്ത് നേരെ ഇരിക്കുക. വലിയ പണിയൊന്നുമില്ല, സിമ്പിളാണ്. നിങ്ങൾ യാത്ര പോകുന്ന സമയത്ത് ജനറൽ ആണെങ്കിൽ നിങ്ങൾക്ക് തിരക്കുകൾ എത്ര തിരക്കുണ്ടായാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു തൊട്ടിൽ നിങ്ങൾക്ക് കെട്ടിക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹാമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴേക്ക് നമ്മൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക എന്നാൽ നമ്മൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് കുറേ ആയിട്ട് നിങ്ങൾ വീഡിയോകളൊക്കെ മെസ്സേജ് തരുന്നതായിരിക്കും. ഈ ഒരു ഹാമൊക്കെ എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ലിങ്ക് കാര്യം വേണമെങ്കിൽ താഴെ കമൻറ്റ് നിങ്ങൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എവിടെ നിന്ന് വാങ്ങിക്കാൻ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.